മിസ്റ്റർ ലംബോ, തനിക്കറിയേണ്ട വാർത്തയൊന്നും ഇതിലില്ല. ഉണ്ടാവുമ്പോ വിളിക്കാം. അതിർത്തിയിലെങ്ങാനും വാറ് യുദ്ധം തുടങ്ങിയിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ. യുദ്ധം ഉടനെ തുടങ്ങും. ഓഹോ, ഇവിടെ നമ്മൾ തമ്മിൽ. ഉണ്ണി മാഷേ. മാഷോ? അതെ മാഷേ. തന്നെ കുടിപ്പള്ളി കൊടുത്ത് എഞ്ചൂടി പഠിപ്പിച്ചോ മാഷെ എന്ന് വിളിക്കാൻ? സാറേ എന്ന് വിളിച്ചാൽ നാക്കിന് നീര് വരുവോടോ? ഒരു മിലിറ്ററി ഓഫീസറായി ഞാൻ. ബോസിനെ മാത്രമേ സാറെന്ന് വിളിച്ചിട്ടുള്ളൂ. ബാക്കി ആരായാലും ഞങ്ങൾക്ക് സർവന്റ്. സംശയം അതേ ഞെളിയാതെ നടുപടി. മിലിറ്ററി ഓഫീസർ? അതെ. തനിക്ക് കോഴിപിടുത്തവും പൂടവറിയല്ലായിരുന്നോടോ അതിർത്തിയിൽ ജോലി? ഹാംജി, ഭാരതത്തിന്റെ അഖണ്ഡത കാത്ത് സൂക്ഷിക്കാൻ എനിക്ക് അന്നങ്ങനെ ചെയ്യേണ്ടി വന്നു. കോഴിപിടുത്തവും പൂടവറിക്കലോ? ഹാംജി, പോയി ജോലി ചെയ്യടോ. ചേട്ടാ ഒന്ന് പതുക്കെ. പോയി ജോലി ചെയ്യടോ. നീ ആരാടി മാർക്കറ്റ് താച്ചറോ എന്നെ ഭരിക്കാൻ? മനുഷ്യൻ ഇവിടെ ന്യൂസ് പേപ്പർ വെച്ച് ചൂടായിരിക്കട്ടെ ഒരു ചവിട്ടിയെ വെച്ചെന്നുണ്ടല്ലോ. ചവിട്ടാനും വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ചേട്ടാ മോക്ക് വണ്ടി അയച്ചോ? ഇല്ല, തീവണ്ടി ഇവിടെ വരും. നീ പടിയിലോട്ടിറങ്ങി കൊടിയും കാണിച്ചോണ്ട് നിൽക്ക്. തന്നെ താനങ്ങ് പിടിച്ചോണ്ടാ മതി. അയ്യോ ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യന്? രാവിലെ അങ്ങോട്ട് തുടങ്ങിയതാ ചായ കൊടുത്ത കാർ അയച്ചു മീനാക്ഷിയെ. ഓ, ഇനി ഈ ഒരു സാധനത്തിന്റെ കുറവും കൂടെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. എടാ, എന്താണ് വണ്ടി അയക്കായിരുന്നത്? ഇത്രയും സാധനങ്ങളായിട്ടല്ലേ വരുന്നത്. ശർക്കര വരട്ടെ, ഉപ്പേരി, കടുമാങ്ങ, അച്ചപ്പം, അച്ചാറ്, കുറെയൊക്കെ ദയ വേണ്ടേ? ഞാൻ ആംബുലൻസ് അയച്ചായിരുന്നല്ലോ ചിറ്റപ്പ. നീ അല്ലെങ്കിലും കുരുത്തലാത്തോനാ. എടോ മിലിറ്ററി, മീനാക്ഷിയുടെ എന്ന് പറ. അവളുടെ കർണം ചിറ്റപ്പം വന്നിരിക്കുന്നു. ഡൈനിങ് ടേബിളിന്റെ മുമ്പിൽ വിളിച്ചോണ്ടിരുത്തി ഒരു പ്ലേറ്റ് ചൂട് കുരുത്തം കൊടുക്കാൻ പറപ്പോ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മീനാക്ഷി ഒന്ന് കാണട്ടെ. ചിറ്റപ്പ, 5-6 പേട്ട് വാഴയ്ക്ക വെട്ടി എരിഞ്ഞ് പുന്നയ്ക്കെണ്ണയിലിട്ട് മൂപ്പിക്കാതെ മൂപ്പിന്ന് കൊണ്ടുവരും. ഇത്തവണ ഇതിന് ഇനി എത്ര ദിവസം സഹിക്കേണ്ടി വരുമോ എന്റെ ഒറ്റപ്പാലത്തെ ചിറ്റപ്പ. ഹലോ ഹലോ, മീനു അല്ലേ? അതേ പറ്റി. എത്തിയില്ല. ആരെങ്കിലും സ്റ്റേഷനിലേക്ക് പോയോ? സ്റ്റേഷനിലോട്ട് ആരും പോയില്ല. മോടെ കൂടെ ഫ്രണ്ട്സ് ഉണ്ട്. അവരെയൊക്കെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ടേ വരുവുള്ളെന്നാ ഇന്നലെ ഫോൺ ചെയ്തപ്പോ എന്നോട് പറഞ്ഞേ. എന്തോ നേരത്തെ രാവിലെ എഴുന്നേറ്റു. മോട് വരുന്ന ദിവസമല്ലേ. ഞാൻ വിളിച്ചെന്ന് പറയണേ. ശരിയാ പറ്റി. മോളെ, ഇവിടെ അളിയനും അളിയനും കൂടി ആകപ്പാടെ കലക്കിയിട്ടിരിക്കുക. ഞാനിതൊക്കെ മോളോട് പറയാതിരിക്കാൻ വേണ്ടി പല ഭാഗത്തുനിന്ന് എന്നെ വലയിട്ട് നോക്കുകയാണ്. ഹലോ അമ്മുക്കുട്ടി, ഹൗ ആർ യു? വന്ന് കയറുന്നതിന് മുമ്പേ കലക്കാൻ തുടങ്ങിയോടോ? കലക്കലല്ല, ഞാൻ ചൈനയിലെ ടിയാൻമൈൻ സ്കൂളിലെ വിദ്യാർത്ഥിത്വത്തെ കുറിച്ച്. പെട്ടിയെടുത്ത് അകത്തോണ്ടിരിക്കോടോ. ഇത്ര ശബ്ദം വേണമായിരുന്നോ? കുറയ്ക്കാം. ഈ മോളെ അകത്തോട്ട് കയറല്ലേ? അവിടെ തന്നെ നിൽക്ക്. അവിടെ തന്നെ നിൽക്ക്. ഇത്തരം ഉപ്പുമുളക് വേലകളൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്ന് മീനാക്ഷി അമ്മയ്ക്ക് അറിഞ്ഞൂടെ? സൂപ്പർസ്റ്റിഷൻ. എക്സാക്ട്ലി. മോളെ അപ്പച്ചി ആവാഹിച്ചെടുക്കുക. ശബ്ദം കുറയ്ക്കാം. വേണുക്കുട്ടൻ എവിടെ? കുപ്പിപ്പാല് കുടിച്ച് തുള്ളിച്ചാടി നടക്കുക മുറിക്കകത്ത് തന്നെ. അമ്മുക്കുട്ടി, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മോൾക്ക് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? പറ. ദേ, ഒരാൾക്ക് അസൂയ. ചിരിക്കുന്നുണ്ടോ? മോളെ വാ മോളെ, കുളിച്ചിട്ട് വന്നേ. കാപ്പി കുടിക്കാം. കുളിക്കാതെ കാപ്പി കുടിച്ചൂടെ? കുളിച്ചിട്ട് കാപ്പി കുടിച്ചാ മതി. ഡാഡിന് എത്ര സിഗരറ്റ് വലിച്ചു? ഇന്ന് ഞാൻ വലിച്ചില്ല. ഡ്രിങ്ക്സ് കഴിച്ചോ? നീ പൊടി ചെല്ലേ. വാ അപ്പച്ചി. ഉണ്ണി, താൻ കുടിച്ചോ? അളിയന്റെ ആങ്സൈറ്റി കാരണം എനിക്ക് 2 എണ്ണം വിടേണ്ടി വന്നു. എനിക്കെന്തോന്ന് ആങ്സൈറ്റി? കുടിച്ചത് താനും പ്രതിക്കൂട്ടിലായത് ഞാനും. സോറി അളിയ, ഇനി അളിയനെ പ്രതിക്കൂട്ടിലാക്കിയില്ല. അതിനുള്ള പ്രതിവിധി എന്റെ കയ്യിലുണ്ട്. ദാ യൂക്കാലി. ഇന്നു മുതൽ എനിക്കിനി വിട്ടുമാറാത്ത ജലദോഷമായിരിക്കും. അയ്യേ, സോറി അളിയ. അമ്മുക്കുട്ടിയമ്മ വയസ്സ് 60. യെസ്. 60? അമ്മുക്കുട്ടിയമ്മ. അമ്മുക്കുട്ടിയമ്മ വരൂ, ഇരിക്കൂ. എന്താ അസുഖം? അസുഖം എനിക്കല്ല, എനിക്കൊരു അപ്പച്ചി അമ്മൂമ്മയുണ്ട്, കല്യാണി. വയസ്സുകാലത്ത് തല മുഴുവൻ ഡൈയും അടിച്ച് ചുണ്ടിൽ ലിപ്സ്റ്റിക്കും മുഖത്ത് റൂഷം പുരട്ടി നാട്ടുകാർക്ക് ഇല്ലാത്ത രോഗമുണ്ടെന്നും പറഞ്ഞ് ചുവന്ന വെള്ളം കലക്കി കൊടുത്ത് കഴിയുന്ന ഒരു വ്യാജ ഡോക്ടറാണ്. അവർക്ക് വട്ടാണോ ഇല്ലയോ എന്നെനിക്കറിയണം. അയ്യോ അമ്മുക്കുട്ടിയമ്മേ, ഞാന് വട്ടിന്റെ ഡോക്ടറല്ല. അല്ലേ? അതിന് പറ്റിയ ഒരു മനോരോഗ വിദഗ്ധൻ ഇവിടെ അടുത്തുണ്ട്. വേണുഗോപാലൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്.
ഇന്ന് ചെന്നാ ഒരു പക്ഷെ അദ്ദേഹത്തെ കാണാൻ പറ്റില്ല. കാരണം ബാംഗ്ലൂരിൽ നിന്ന് ആണിന്റെ സ്വഭാവമുള്ള ഒരു തെറിച്ച മോള് വന്നിട്ടുണ്ട്. അമ്മുക്കുട്ടിയമ്മ എന്നാണ് അവളുടെ പേര്. യെസ്, ഐ ആം അമ്മുക്കുട്ടിയമ്മ. അപ്പച്ചിയമ്മേ. കൺസൈൻമെന്റ്സ് ഒക്കെ പോയാ മാധവേട്ടാ? പോയി സർ. ഇരിക്കൂ. നാളെ സരോയുടെ ബർത്ത്ഡേ ആണ്. അറിയാം. അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തു കഴിഞ്ഞു. ബാലൻസ് ഷീറ്റ് തയ്യാറായോ? തയ്യാറായിക്കൊണ്ടിരിക്കുക. മാക്സിമം ബോണസ് കൊടുക്കണം. ആർക്കും ഒരു പരാതി ഉണ്ടാകരുത്. അതേ കുറഞ്ഞ ലാഭം മതി. മോളെത്തിയോ സർ? അവളെത്തി. അതല്ലേ ഉണ്ണി ഇങ്ങോട്ട് കാണാത്തത്. മാത്യു സാർ സൂചിപ്പിച്ച കാര്യം. സമയം മോശമാണ്, സൂക്ഷിച്ചിരിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. സൂക്ഷിച്ചിരിക്കണം സർ. മാത്യു സാർ ജാതകം നോക്കി പറഞ്ഞതാ. വേണുഗോപാൽ ഹിയർ. ആ എന്താ? ആ വരാം. മോളാ. ആ അയ്യോ, ഇതെന്തോന്നാ എന്റെ പൊന്നുമോടെ മുഖത്ത് വാരിത്തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത്? കസ്തൂരി മഞ്ഞൾ ദേഹകാന്തിക്ക് ഞാൻ ഇടിച്ചോണ്ട് വന്നതാ. ടിവിയിലൊക്കെ കണ്ടിട്ടില്ലേട്ടാ? ടി വി കാണുന്നൊക്കെ എന്റെ പൊന്നുമോടെ മുഖത്താണോ ഈ പരീക്ഷിക്കുന്നത്? എന്ത് പരീക്ഷണം നടത്താൻ പറ്റിയ ഒരു ഉരുപ്പടി ഇതാ ഇരിക്കുമല്ലോ, ഇതിലോട്ട് അവരുതോ? ഇടിച്ചോണ്ട് വരാൻ ഒരു ചിറ്റപ്പനും അത് തേച്ച് പിടിപ്പിക്കാൻ ഒരു അപ്പച്ചിയും ഇരുന്ന് കൊടുക്കാൻ മോളും. ഇക്കണക്കിന് ടി വിയിലെങ്ങാനും കണ്ണിന് കാന്തി പകരാൻ കാന്താരി മോൾ അരിച്ച് കണ്ണി തേക്കണമെന്ന് പറഞ്ഞപ്പോൾ അതും ചെയ്യും. മോള് പോയി കുളിക്ക്. നിന്റെ അച്ഛൻ വരാറായി. നിന്നെ പരുവത്തിലെങ്ങാനും കണ്ട അളിയന് ആങ്സൈറ്റി കൂടും. ഇപ്പോഴേ ഞാൻ ഫിറ്റാ. ഇനി അറിയാതെ 2-3 കൂടി അടിക്കും. അല്ലേ മീനു? അല്ല മീനു, മോളേച്ചു വാ, നമുക്ക് അപ്പുറത്തെങ്ങാനും പോലും തേക്കാം. നല്ല അനുസരണ. എന്റെ ഒറ്റപ്പാലത്തെ ചിറ്റപ്പ, ഇവിടുന്ന് കിട്ടാവുന്നതൊക്കെ കിട്ടിയില്ലേ? ഇനി എന്നാണാവോ അങ്ങയുടെ മടക്ക യാത്ര? നീ എന്നാ ചോദിക്കാൻ? ദൈവം വിളിക്കും പോവും. ആ ദൈവവിളി ഇവിടെ വെച്ചുണ്ടാവല്ലേ? കുറിച്ചാൻ കെട്ട കഴിവേറി. ഇതെല്ലാം എന്റെ മോളുടെ പാചകമാണ്. മനസ്സിലായി. പാചകമല്ല, പ്രകൃതി ചികിത്സയാണ്. പച്ചക്കറികളൊക്കെ അരിഞ്ഞടുക്കിയിട്ടേ ഉള്ളൂ. ഇതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിയാണ് പടപടാന്ന് ഞാൻ 3 അടിച്ചത്. ഒന്നും എടുക്കരുത്, ഞാൻ വിളമ്പിത്തരാം. ഇതെന്താ മോളെ? ഇത് ചിക്കൻ മൊഗലായി. എന്താ? മനസ്സിലായില്ലേ? ചിക്കൻ മേളിൽ, ഇതിന്റെ ആത്മാവ് മേളിലും ശരീരം പ്ലേറ്റിലും. ഇത് മീൻ താഴെ. നീ എന്റെ മോളെ ആവശ്യമില്ലാതെ കളിയാക്കുന്നുണ്ട്. ഞാൻ സത്യം തുറന്നു പറഞ്ഞതേ ഉള്ളൂ. ആദ്യം പഴം കഴിക്കാതെ ഇത് ഓരോന്നോരോന്നായി കഴിക്കണം, എങ്കിലേ ടേസ്റ്റ് അറിയൂ. ടേസ്റ്റ് അറിയാണ്ടിരിക്കാനാണ് പൊന്നുമോളെ. പഴത്തിന്റെ കൂടെ ആവുമ്പോ ഇതെല്ലാം നാവ് പോലും അറിയാതെ മോള് ഇതൊന്നും കാര്യാക്കണ്ട. അസലായിരിക്കുന്നു. എത്ര നല്ല ചിക്കൻ, എത്ര നല്ല ചപ്പാത്തി, എത്ര ഡിഷസ് എന്റെ മോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊന്നും കഴിച്ചില്ലല്ലോ. കഴിക്കാതെ തന്നെ അറിയാൻ പറ്റില്ലേ? അതെങ്ങനെ? അതെങ്ങനെ? ഡോക്ടർ കല്യാണി മേനൻ, യു ആർ ലേറ്റ് ഫോർ ദി ഡിന്നർ. ഐ എം സോറി ഡിയർ. ഓ, ഇന്നത്തെ ഡിന്നർ ഗ്രാൻഡ് ആണല്ലോ. എല്ലാം മോളുടെ പാചകലയാണ്. പാചക കലയല്ല അപ്പച്ചി, പാചക മായാജാലം. ഡോക്ടർ അപ്പച്ചി ടൈം വേസ്റ്റ് ചെയ്യാതെ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കണം. കത്തിരിക്ക പുഴുകിയത്, വെണ്ടയ്ക്ക ദിടൽ വാട്ടിയത്, ചിക്കൻ മേളില്, മീൻ താഴെ. എന്താ മോളെ? ഉറങ്ങിയോ? ഡാഡിക്ക് ഗുഡ് നൈറ്റ് പോലും പറഞ്ഞില്ലല്ലോ. ഡാഡി, എന്താ മോളെ? മമ്മി ഉണ്ടായിരുന്നെങ്കിൽ നാളെ നമുക്ക് ഒരുമിച്ച് എവിടെയെങ്കിലൊക്കെ പോകായിരുന്നല്ലേ? മോൾക്ക് എവിടാ പോകേണ്ടത്? ഡാഡി കൊണ്ടുപോവാ. പറ. വേണ്ട ഡാഡി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Happy birthday, Mummy. I love you. I love you so much. I miss you, Mummy. എന്താ മോളെ ഇത്? ഇതാണോ മമ്മിക്ക് കൊടുക്കേണ്ട ബർത്ത്ഡേ പ്രസന്റ്? I miss my mummy, Daddy. It's okay. മോക്ക് മോളുടെ മമ്മിയെ കാണാൻ കഴിയുന്നില്ലേ ഡാഡിയുടെ നെഞ്ചിനകത്ത്? Come on, be a good girl. Be a darling, come on.
Happy birthday to you. Hello, how are you, Freddy uncle? Fine. I was supposed to come to the railway station to pick you up, but this daddy and daughter took all the carts away. I didn't have time, but I was free. But how is the climate in Malaysia and Singapore? By the way, where is your luggage, man? മലയാളത്തിൽ പറഞ്ഞാ പോരെ എന്റെ ഉണ്ണി സാറേ. കുപ്പിയൊന്നുമില്ലേ? നിർത്തി. പിന്നെ എന്തോന്ന് ഫ്രെഡി അങ്കിൾ? അങ്കിൾ അങ്കിളോ? അപ്പൂപ്പൻ, ദി ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. സരോയുടെ ബർത്ത്ഡേക്ക് വേണ്ടി മാത്രമുള്ള പതിവ് വിസിറ്റ് ആണോ അതോ? നോ 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 നോ, ഐ വിൽ ബി ഹിയർ ഫോർ 1 month. മലയാളത്തിൽ പറഞ്ഞാൽ മതി, മലേഷ്യ മലയാളം ഉണ്ടെങ്കിൽ. ഇയാൾക്ക് യാതൊരു മാറ്റവും ഇല്ലല്ലോ. വീശയില്ലല്ലോ. അതെന്ത് പറ്റി? വൈഫിന് ഇഷ്ടമല്ല. എടോ പ്ലേറ്റുകളെല്ലാം പറക്കി അടിക്കോ? പിന്നെ പൊട്ടി കിട്ടിയെന്നൊക്കെ പറഞ്ഞ് പിന്നീട് കണക്കും കൊണ്ടുവന്നാലേ എന്റെ സ്വഭാവം മാറും. ഹാപ്പി ബർത്ത്ഡേ മോളെ. नमस्कार, आज सरोज डार्लिंग की जन्मदिन है। इस अवसर पर संगीत के इस विशेष कार्यक्रम आप सुनेंगे। विद्वान वेणुगोपाल जी वायलिन पर, तबला पर उन्नी, തബലാപ്പറല്ല തകരപ്പറമ്പിൽ ഉണ്ണി. ओ ओ ओ क्षमा कीजिए, तगरपरम्बिल उन्नी, गंजरा पर अम्मुकुटी. അയ്യോ, ഈ തുടക്കം എന്നുള്ളതിന് ഹിന്ദിയിൽ എന്തുവാ പറയുന്നത്? തുടക്കലിയെ. അയ്യേ, അതൊന്നുമല്ല, വേറൊരു വാക്ക്. അച്ഛാ ജി, പെഹലെ രാഗ് ശിവരഞ്ജനി. ഓ അത് ശരി. അനൗൺസർ പറയുന്ന പോലെ തന്നെ വിദ്വാൻ വായിക്കുന്നുണ്ടോ? ഈ അനൗൺസർ പറയുന്ന പോലെ തന്നെ വിദ്വാൻ വായിക്കണം, ഓ. ശിവരഞ്ജനി വായിക്കണം. ഓ ഇത് അനൗൺസ്മെന്റ് നഹി ഹേ, വരട്ട് ഹി ഹേ. അടിമ വിദ്വാൻ വായിക്ക് ഹേ. ഈ തകരപ്പുറം അയ്യോ. അവളുടെ സമയം മോശമാണെന്ന് മാത്യു സാറ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലായിരുന്നു KMKയും. ഒരു ചെറിയ കാര്യം മതി തളരാൻ. ഒന്നുമില്ലടോ. നമ്മൾ പറഞ്ഞാലൊന്നും ഏക്കില്ല, പറയേണ്ടവര് തന്നെ പറയണം. ഞാൻ പോയി ഇവന്റെ ഡോക്ടർ അപ്പച്ചയെ വിളിച്ചോണ്ട് വരാം, അവര് പറയട്ടെ. താൻ എന്തായി ആലോചിക്കുന്നേ?